യുവതീ പ്രവേശനത്തിനെതിരായ പുനഃപരിശോധനാ ഹർജികൾ സുപ്രീംകോടതി പരിഗണിക്കുമ്പോൾ പ്രതിരോധത്തിലാകുന്നത് CPM-ഉം സംസ്ഥാന സർക്കാരുമാണ്. ശബരിമലയിൽ ആചാര ലംഘനത്തിന് നേതൃത്വം നൽകിയ ഇടത് സർക്കാർ പുതിയ സാഹചര്യത്തിൽ എന്ത് നിലപാടാകും കൈക്കൊള്ളുക എന്നത് കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തു വരുന്ന പശ്ചാത്തലത്തിൽ. MS വീണയാണ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നത്. വീണ, ശബരിമല യുവതീ പ്രവേശന കേസ് പരിഗണിക്കുന്നുവെന്ന് പറയുമ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളിൽ നിലവിൽ ആടിയുലഞ്ഞു നിൽക്കുകയാണ് ഈ സർക്കാർ. അത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറോടുകൂടി പുറത്തു വന്ന ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചാ വിഷയം 1, 2 ശബരിമലയിലെ തന്നെ ധ്വജസ്തംഭം കൊടിമരത്തിൻ്റെ പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് വലിയ തട്ടിപ്പ് നടന്നിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 20 പമ്പയിൽ നടന്ന അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള വലിയ ക്രമക്കേട്. അങ്ങനെ ശബരിമലയിലെ തട്ടിപ്പ് വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഈ സർക്കാരും ദേവസ്വം ബോർഡും ആടിയുലയുമ്പോൾ വലിയ വിമർശനങ്ങൾക്ക് വിധേയരാക്കപ്പെടുമ്പോഴാണ് ഇതാ 7 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ കൊടുങ്കാറ്റായി ആഞ്ഞടിച്ച യുവതീ പ്രവേശനം സംബന്ധിച്ചുള്ള വിഷയം സുപ്രീം കോടതി പരിഗണിക്കാൻ പോകുന്നു. അപ്പോൾ എത്രത്തോളം പ്രതിരോധത്തിലാണ് ഈ സർക്കാർ? CPM-ന്റെ സംഘടനാ സംവിധാനം എത്രത്തോളം പ്രതിരോധത്തിലാണ് വീണ? ഗൗതം, സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാന സർക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ തുടർ ഭരണമൊക്കെ ലഭിക്കുമെന്നുള്ള ആത്മവിശ്വാസവും അവകാശവാദവും ഒക്കെ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പോലും കടുത്ത മാനസിക സംഘർഷത്തിലൂടെ തന്നെയാണ് സർക്കാർ കടന്നുപോകുന്നത്. കാരണം ഇനി സമാനതകളില്ലാത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ബോധ്യം ആരെക്കാളും നന്നായിട്ട് അറിയാവുന്നത് CPM നേതാക്കൾക്കാണ്. ഇടത് കോട്ടകളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകളും ഉയർന്നിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ജാഥകളും മറ്റും നടക്കുന്നത്. ഒപ്പം തന്നെ ഭവന സന്ദർശനങ്ങളും ഒക്കെ കാര്യമായിട്ട് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ, അതുപോലെ തന്നെ സാമ്പത്തിക ക്രമക്കേട്, ഇതൊക്കെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടൊരു സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, ഈ യുവതീ പ്രവേശന വിഷയത്തിൽ ആചാര ലംഘനം എന്നുള്ളൊരു നിലപാട് ഇനി തുടർന്നു കഴിഞ്ഞാൽ വലിയ തരത്തിൽ തിരിച്ചടി ഉണ്ടാകും. കാരണം നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ ഭക്തരടക്കം ഈ ശബരിമലയിൽ ഉണ്ടായിരിക്കുന്ന സംഭവങ്ങളിൽ സർക്കാരിൻ്റെ കള്ളി വെളിച്ചത്തായ സാഹചര്യത്തിൽ ഇനി പിടിച്ചു നിൽക്കാനാകില്ലെന്ന ബോധ്യമുള്ളതിനാൽ തന്നെ ഇതുവരെ സ്വീകരിച്ച നിലപാടിൽ അയവ് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഈ MV ഗോവിന്ദൻ നടത്തിയ പ്രതികരണത്തിൽ ആ അയവുകളുടെ ചില സൂചനകൾ ഉണ്ടായിരുന്നു. ഈ സത്യവാങ്മൂലത്തിലെ കാര്യങ്ങളിൽ നിന്നും നൽകാൻ പോകുന്ന സത്യവാങ്മൂലത്തിലെ കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുവാനും സാഹചര്യമുണ്ട്. കാരണം തദ്ദേശ തിരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണം ശബരിമല സ്വർണ്ണക്കവർച്ചാ വിഷയത്തിൽ പ്രതികളായ CPM സഖാക്കളെ സപ്പോർട്ട് ചെയ്തത് തന്നെയാണ് തിരിച്ചടിക്ക് കാരണമായെന്നുള്ളൊരു ബോധ്യം അത് താഴെത്തട്ടിൽ നടത്തിയ പഠന റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. അത് പൊതുമധ്യത്തിലും അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും ആ തിരിച്ചറിവ് CPM-നും ഭരണത്തിനുമൊക്കെ ഇടതുപക്ഷ സർക്കാരിനുമുണ്ട്. അതിനാൽ തന്നെ സിറ്റിംഗ് സീറ്റുകളെങ്കിലും കഴിവതും നിലനിർത്തുക എന്നുള്ള അഹോരാത്ര പ്രയത്നമാണ് ഇവർക്ക് മുന്നിലുള്ളത്. അതിനാൽ തന്നെയാണ് ഇപ്പോൾ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളുമായി CPM ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ സമീപകാലത്ത് ഈ സജീവ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് പുറമെ യുവതീ പ്രവേശന വിഷയം കൂടി സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് എത്തുമ്പോൾ കേരളത്തിലെ ഭക്തരും പൊതുസമൂഹവും ഒക്കെ ഏറെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. കാരണം സർക്കാർ എന്ത് നിലപാടായിരിക്കും കോടതിയിൽ സ്വീകരിക്കുക എന്നുള്ളത്. വിരുദ്ധ നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിൽ സമാനതകളില്ലാത്തൊരു തിരിച്ചടി ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ഈ ഇപ്പോൾ നിലനിൽക്കുന്ന ഒളിച്ചുകളിയിൽ നിന്ന് ഒരു നിലപാടിൽ അയവ് വരുത്തുവാനുള്ളൊരു സാധ്യതയുണ്ട്. അത്തരത്തിൽ അയവ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതപ്പെടാനും സാധിക്കില്ല. കാരണം ഈ തിരഞ്ഞെടുപ്പും വോട്ട് ബാങ്കും ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് പറയുന്ന വാക്കുകൾ മാറ്റി പറഞ്ഞുകൊണ്ടുള്ള നിലപാട്, അതായത് ഉറച്ച നിലപാടല്ലാതെ വാക്ക് മാറ്റി പറയുന്ന ഒരു പ്രവണത CPM-നുള്ളതാണ്. അത് നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണ്. ഇക്കാര്യത്തിൽ അത് ആവർത്തിക്കുവാനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. എന്തായാലും കോടതിയിൽ എന്തായിരിക്കും സർക്കാരിൻ്റെ നിലപാട് ഇനിയുള്ളത് എന്നുള്ളതാണ് കാത്തിരിക്കുന്നത്. ആ സർക്കാരിൻ്റെ നിലപാട് അറിയുന്നത് പക്ഷം പലതരത്തിലുള്ള വിമർശനങ്ങളും ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളും ഉണ്ടാകാനും ഇടയുണ്ട്. ഗൗതം.